പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. യു.ഡി.എഫ് കിങ് മണ്ഡലമായ പേരാവൂരിൽ CPM ഇത്തവണ കെ ശൈലജയാണ് ഇറക്കിയിരിക്കുന്നത്. കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPMനുള്ളിൽ തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു. കെ ശൈലജയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനാണ് പേരാവൂരിൽ അവരെ നിർത്തിയതെന്ന് അണികളിൽ ചിലർ തുറന്നു പറയുന്നുണ്ട്. പേരാവൂരിൽ ശൈലജയ്ക്ക് ജയസാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ കെ ശൈലജയെ നിർത്തിയത് മനഃപൂർവ്വമാണ് എന്നൊരു സംസാരവുമുണ്ട്. എന്നാൽ CPM മണ്ഡലം പിടിച്ചെടുക്കാൻ ശക്തയായ സ്ഥാനാർത്ഥിയെ ഇറക്കിയതാണെന്ന് ഒരു വിഭാഗവും പറയുന്നു. CPMനുള്ളിൽ പിണറായി വിജയനും കൂട്ടരും ചില നേതാക്കളെ ഒതുക്കാനായാണ് ഇത്തരം നീക്കം നടത്തുന്നതെന്ന വിമർശനത്തിനിടയിൽ പേരാവൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF സ്ഥാനാർത്ഥി കെ ശൈലജയുടെ കൈ പിടിച്ചുയർത്തി ആണികളിൽ ആവേശം വിതറി. വേദിയിലെത്തിയ മുഖ്യമന്ത്രി ശൈലജയുടെ കൈ പിടിച്ചുയർത്തി. പിന്നാലെ ശൈലജ മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞു. തീപാറും പോരാട്ടമാണ് പേരാവൂരിൽ നടക്കുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് UDF സ്ഥാനാർത്ഥി. മട്ടന്നൂരിൽ MLA ആയിരുന്ന ശൈലജ ഇത്തവണ സുരക്ഷിത മണ്ഡലം വിട്ട് പേരാവൂരിൽ മത്സരിക്കുകയായിരുന്നു. മണ്ഡലം പിടിച്ചെടുക്കാനാണ് ശൈലജയെ നിയോഗിച്ചതെന്നാണ് പാർട്ടിയുടെ വാദം. കഴിഞ്ഞ തവണ 3000-ലധികം വോട്ടിനാണ് സണ്ണി ജോസഫ് ജയിച്ചത്. LDF നാടിനെ മുന്നോട്ട് നയിച്ചപ്പോൾ UDF നാടിനെ പിന്നോട്ട് നയിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന് തുടർഭരണം കിട്ടിയത് ശരിയായോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ് ഇതെന്നും കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിൽ സമഗ്രമായ വളർച്ചയുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന പേരാവൂരിൽ ഇത്തവണ ട്വിസ്റ്റ് ഉണ്ട്. പ്രധാന സ്ഥാനാർത്ഥികളായ ശൈലജയ്ക്കും സണ്ണി ജോസഫിനും തലവേദനയാകുന്നത് അപരന്മാരുടെ സാന്നിധ്യമാണ്. മണ്ഡലത്തിൽ കെ ശൈലജയ്ക്ക് 2 അപരന്മാരുണ്ട്. ശൈലജ, ശൈലജ AV എന്നിവരാണ് കെ ശൈലജയുടെ അപരന്മാർ. സണ്ണി ജോസഫിനും 2 അപര സ്ഥാനാർത്ഥികളാണുള്ളത്. എറണാകുളം വാരാപ്പുഴ സ്വദേശി സണ്ണി ജോസഫ്, സണ്ണി എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമായതിനാൽ തന്നെ അപരന്മാർ പിടിക്കുന്ന വോട്ടുകൾ ഏറെ നിർണായകമാകും. പൈലി വാദ്യാട്ടാണ് NDA സ്ഥാനാർത്ഥി. ഒരേ നാട്ടുകാർ തമ്മിലുള്ള മത്സരമാണ് സണ്ണി ജോസഫും കെ ശൈലജയും തമ്മിൽ നടക്കുക എന്നതാണ് മണ്ഡലത്തെ സ്പെഷ്യൽ ആക്കുന്നത്. 2006-ൽ UDFന്റെ സിറ്റിംഗ് MLA ആയിരുന്ന AD മുസ്തഫയെ പരാജയപ്പെടുത്തി ശൈലജ പേരാവൂർ മണ്ഡലം പിടിച്ചിരുന്നു. തുടർന്ന് 2011-ൽ സണ്ണി ജോസഫും ശൈലജയും നേർക്കുനേർ വന്നപ്പോൾ സണ്ണി ജോസഫ് മണ്ഡലം തിരിച്ചുപിടിച്ചു. 3400-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച സണ്ണി ജോസഫ് ഹാട്രിക് തികച്ചു. നിലവിലെ വിവരങ്ങൾ പ്രകാരം ഏപ്രിൽ 9-ന് നടക്കാനിരിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലും ശക്തമായ പോരാട്ടത്തിനാണ് മണ്ഡലം ഒരുങ്ങുന്നത്.